ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് മാർക്കി ടൂളാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ലെയേഴ്സും മൂവ് ടൂളാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടൂളായ മാർക്കി ടൂളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഭയങ്കര രസമുള്ളൊരു ടൂളാണ് കേട്ടോ. ഇത് രസകരമായത് നമുക്ക് കാണുമ്പോൾ ഒരു ചതുരം ഒരു വട്ടമൊക്കെ ആയിട്ട് തോന്നണം, പക്ഷേ ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഈ ടൂള് ശരിക്കും ഇത് ഒരു ഭയങ്കര ഒരു എൻ്റർടൈനർ ടൂളാണ്. ഞാനിപ്പോൾ ഇവിടെ 6x4 സെലക്ട് ചെയ്താണ്. ടൈറ്റിൽ ഞാൻ ടൈറ്റിൽ മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം പേര് ഡ്രീംസ്, DREAMS ഡ്രീംസ്. ഓക്കെ, 6x4 ആണ് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ ഞാൻ കൊടുത്തിരിക്കുന്നത് പോർട്രേറ്റ് അല്ല, ലാൻഡ്സ്കേപ്പാണ്. റെസൊല്യൂഷൻ 72 പിക്സൽ പെർ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കളർ മോഡ് RGB ആണ്, 8 ബിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് നമ്മൾ സെയിം തന്നെ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസ് ഓപ്ഷൻ നമ്മൾ പറയാത്തൊരു സാധനം, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന അഡ്വാൻസ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിനകത്ത് നമുക്കിപ്പോൾ കാണാം sRGB ആണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ sRGB തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, മിക്കവാറും എല്ലാവരും sRGBയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. എന്ത് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ഫയൽ എവിടെ പോയാലും നമ്മൾ കൊടുത്തിരിക്കുന്ന കളറിൻ്റെ ആക്യുറസി നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, മാറ്റം ഉണ്ടാവില്ല. പക്ഷെ മറ്റ് സാധനങ്ങളിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും എന്നാണ് അനുഭവമുള്ളവർ പറയുന്നത്. എനിക്കും ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ sRGB ആയതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ sRGBയിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഡ്രീംസ് എന്ന് പറയുന്ന 100% RGB നമുക്കിവിടെ കിട്ടി. നമുക്കിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇമേജിനെ കൊണ്ടുവരണം. ഇമേജ് Ctrl+O അടിച്ച് ഞാൻ ഇമേജിനെ കൊണ്ടുവരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത ഇമേജാണ് സുഹൃത്തുക്കളെ. ഈ ഇമേജിന് ഇപ്പോൾ ചൂടാറിയിട്ടില്ല, എൻ്റെ മൊബൈൽ ക്യാമറയിലെടുത്താണ്, അതുകൊണ്ട് ക്ലാരിറ്റി ഒന്നും നോക്കണ്ട, അതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇമേജ് ഇവിടെ വന്നു. ഇനി ഇമേജിനെ ഞാൻ വർക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, അഥവാ ക്യാൻവാസിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പേജിലേക്ക് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട് അതൊക്കെ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ Ctrl+A പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്ത് എന്നിട്ട് Ctrl+C പിടിച്ച് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ ഡ്രീംസിനെ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് Ctrl+V അടിച്ച് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. എന്താ സംഭവിച്ചത്? നമ്മുടെ ക്യാൻവാസിനേക്കാളും വർക്ക് സ്റ്റേഷനേക്കാളും പേജിനേക്കാളും വലിയൊരു ഇമേജാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇമേജിനെ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം? Ctrl+- അടിച്ച് ഇവനെ നമുക്ക് പുറകിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നമുക്കിവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടില്ല. Ctrl+T അടിച്ച് ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവൻ പിന്നെയും ഒരുപാട് വലുതാണ്. ഞാൻ വീണ്ടും കുറച്ചുകൂടി ഞാൻ പുറകിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ ഈ മൂലയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇവനെ വലിച്ച് ചെറുതാക്കുമ്പോൾ ഈ പിടിച്ചിരിക്കുന്ന മൂല മാത്രമാണ് ചുരുങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം? അത് 4 വശം ഒരേപോലെ ചുരുങ്ങണമെങ്കിൽ Alt പ്രസ് ചെയ്തിട്ട്, കേൾക്കുന്നുണ്ടോ? Alt പ്രസ് ചെയ്തിട്ട് ഞാൻ ചുരുക്കുമ്പോൾ അത് കണ്ടോ, 4 ഭാഗം ചുരുങ്ങി നല്ല സ്മാർട്ടായിട്ട് നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങി വന്നു. ഇനി ഇവനെ ഞാൻ നമ്മുടെ ഇമേജിൻ്റെ നടുക്കിലേക്ക് ഇട്ടിട്ട് കൺട്രോൾ പിടിച്ചിട്ട് വീണ്ടും ഞാൻ പ്ലസ് അടിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്ലസ് അടിക്കുമ്പോൾ അവൻ വീണ്ടും കയറി വരികയാണ്. ഒരു -1 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ. വീണ്ടും ഞാൻ Alt പിടിച്ചിട്ട് ഓൾട്ടിനെ വീണ്ടും ഇവനെ ഞാൻ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇമേജ് ആക്യുറൽ സൈസിലേക്ക് എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ, എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവനെ ഇനി ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഒരു +1 കൊടുത്ത്, വേണ്ട, ഒരു -1 കൊടുത്ത് നമ്മൾ ഇത്ര ആക്കി. അവിടെ ഇവിടെയൊക്കെ വെള്ളമുണ്ട്, അതൊന്നും നോക്കണ്ട കേട്ടോ, ആവശ്യം കൂടി പോയി. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാർക്കി ടൂളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. മാർക്കി ടൂളിനെ സെലക്ട് ആയില്ല, ഇപ്പം ആയി. ഓക്കെ, മാർക്കി ടൂളിനെ സെലക്ട് ചെയ്തപ്പോൾ ഓപ്ഷൻ ബാർ അഥവാ ആക്ഷൻ ബാർ, ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് അത് ഓടിച്ചിട്ട് നോക്കാം. അതായത് ഇത് ന്യൂ, എൻ്റെ ചെവി അടഞ്ഞു പോയി. ന്യൂ സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് ആഡഡ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് സബ്സ്ട്രാക്ട് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് ഉടായ്പ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതെന്താണെന്ന് എനിക്കൊരു പിടുത്തം. ഇത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, പക്ഷേ എങ്കിലും അവരുടെ കാര്യമല്ല, ഒന്നും പറയാൻ പാടില്ല. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതെന്തെങ്കിലും അവനെയൊക്കെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ ന്യൂ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ചതുരം വരയ്ക്കുകയാണ്. യെസ്, ഞാൻ എലിപ്റ്റിക്കലാണ് വന്നത്, സോറി. ഞാനിവനെ ഡീസെലക്ട് ചെയ്യുന്നു, ആവശ്യം കൂടിയതാണ്, ക്ഷമിക്കണം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ എടുത്തു. ഓക്കെ, താങ്ക് യു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയറിനെ വരച്ചു. ഇത് എന്താണ്? സോറി, ഒരു സാധനം കൂടെ ഓണാക്കി എടുക്കാൻ കേട്ടോ. വെറുതെ അല്ല, ഇവിടെ 0 അടിച്ചിട്ട് ഞാൻ ഒന്ന് എൻ്റർ ചെയ്യട്ടെ. ഓക്കെ, ഇനി ഇവൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ഇതങ്ങനെ കേട്ടോ, സൂക്ഷിച്ചിൽ ഇവൻ പണി തരും നമുക്ക്. ഇപ്പോൾ സ്ക്വയർ വന്നു, ഞാൻ രണ്ടാമത് ഈ ഹാൻഡിൽ ബാറിലും സ്ക്വയർ വരയ്ക്കുന്നു.
ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം വരച്ചത് പോയി. അപ്പം നമുക്ക് 2 സ്ക്വയറും ഒരുമിച്ച് കിട്ടണമെങ്കിലോ വേറെ ഒന്നുമില്ല, ആഡഡ് സെലക്ഷനിൽ പോവുക നമ്മൾ. എന്നിട്ട് ആഡഡ് സെലക്ഷനിൽ വന്നിട്ട് ഇതിങ്ങനെ ഒരു വരേണ്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നോളൂ, രണ്ടും സെലക്ഷനായി. ഓക്കെ, അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നാണ്, എനിക്ക് ഇത് രണ്ടും മറ്റേ താക്കോലിടുന്ന ദ്വാരം ഉണ്ടോ, വേറെ ഒന്നും നോക്കണ്ട, എനിക്ക് ഈ 2 താക്കോലിടുന്ന ദ്വാരം വേണ്ട. അപ്പോൾ നമുക്ക് ഇവനെ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഇവിടെ മുകളിലേക്ക് പോയിട്ട് സബ്സ്ട്രാക്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് കണ്ടോ. ഇവിടെ ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒരു വര അങ്ങോട്ട് വരയ്ക്കും, ഒരു കോളം വരയ്ക്കും. യെസ്, എന്നിട്ടും പോയില്ല, ചിരുണി പോകാനുണ്ട്. വീണ്ടും ഞാൻ സബ്സ്ട്രാക്റ്റ് സെലക്ഷനിൽ പോയിട്ട് ഞാൻ വരയ്ക്കുന്നു. ഇപ്പോൾ പോയി അല്ലേ. ഇനി എനിക്ക് ഇത്ര ഏരിയ അല്ല, എനിക്ക് ഇതിനോട് ചേർന്നൊരു ഏരിയ വേണ്ടത്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എടുത്തു. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ആർഡർ പഠിച്ചു, സബ്സ്ട്രാക്റ്റ് പഠിച്ചു. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് വീണ്ടും ഇവനെ കൂടുതൽ കിട്ടണമെന്ന്, ഇവനെ എനിക്ക് വേണമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നാണ്. നമ്മുടെ മനുഷ്യനല്ലേ, നമുക്ക് പലതും തോന്നാം. ഓക്കെ, അപ്പം ഞാൻ ഈ സബ്സ്ട്രാക്റ്റ് ഇത് മാറ്റിയിട്ട് ഞാൻ ആർഡറിൽ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് താഴേക്കൊരു വരവ്. മൗസ് എൻ്റെ. യെസ്, ഓക്കെ, ഇപ്പോൾ ആർഡറും സബ്സ്ട്രാക്റ്റും പഠിച്ചു. ഇനി എനിക്ക് വേറൊരു ആഗ്രഹം തോന്നാണ്, എനിക്ക് ഈ 2 ഹാൻഡിലും ഈ താക്കോൽ ദ്വാരം അല്ല വേണ്ടത്, മറിച്ച് ഈ നടുക്കുള്ള ഫ്രെയിമാണ് എനിക്ക് വേണ്ടത്. അപ്പോഴാണ് നമ്മളുടെ ഉടായ്പ് സെലക്ഷൻ നമ്മൾ എടുക്കുന്നത്. ഇൻ്റർസെക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്, ഇൻ്റർസെക്ഷൻ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇൻ്റർസെക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് ഞാൻ ഈ ഫ്രെയിമിൻ്റെ സൈഡിലിട്ടിട്ട് ഒരു പിടിങ്ങനെ പിടിക്കുകയാണ്. ഇതിങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കണ്ടോ, എനിക്ക് അത് മാത്രം കിട്ടി. അപ്പം നമ്മുടെ ഉടായ്പ സെലക്ഷൻ, അതായത് ഇൻ്റർസെക്റ്റ് സെലക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല, എന്താ കാരണം വെച്ചാൽ മറ്റേ ഡീസെലക്ട് കൊടുത്തിട്ട് നമുക്ക് ആ ന്യൂ സെലക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാവുന്നൊരു കാര്യമുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അവരുടെ കാര്യമല്ലേ, ഞാൻ വിട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവനെ വീണ്ടും ഇവിടെ നോക്കണം കേട്ടോ. നമ്മൾ ഈ സെലക്ഷൻ മാറി ഇവിടെ ഈ സെലക്ഷനിലൊക്കെ എടുത്തിട്ട് ഇവിടെ എന്ത് കളി കളിച്ചാലും ഒന്നും നടക്കില്ല കേട്ടോ. ഇവിടെയാണ് നമ്മളുടെ കളികൾ നടക്കുന്നതൊക്കെ. നമ്മൾ ഇത് നോക്കണം, ഇവിടെ നോക്കണം, ഒന്നും എവിടേക്ക് മാറി കിടന്നാൽ പിന്നെ ഒന്നും നടക്കില്ല നമുക്ക് കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവനെ പതിയെ ഒന്ന് സെലക്ട് ചെയ്യണം. എനിക്ക് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇവൻ്റെ ഒരു കോപ്പി എടുക്കണം. ഇനി ഇവനെ നമ്മൾ കോപ്പി എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നേരെ എഡിറ്റിൽ വന്നു. ഇപ്പോൾ കണ്ടോ കോപ്പി. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ എഡിറ്റിൽ വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓപ്ഷൻസ് എവിടെയെങ്കിലുമൊക്കെ റോങ് ആയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ഇവനെ നമ്മൾ പതിയെ ഞാനിതിനെ മൂവ് ടൂളാക്കി, എന്നിട്ട് ഇവനെ ഞാൻ പതിയെ എടുത്ത് കണ്ടോ, പതിയെ എടുത്ത് ആവേശം മൂത്ത് കഴിയുമ്പോൾ ഒരു കാര്യം നടക്കുന്നത് ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ഇനി ഞാൻ ഇവിടെ Ctrl+J അടിച്ചു, എന്നിട്ട് ഞാൻ ഇതിനെടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിടുത്തം കിട്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ കോപ്പി എടുക്കുന്നതല്ല. ഇവനെ ഞാനെല്ലാം Ctrl+ ഡിലീറ്റ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫെദർ കൊടുക്കാം. ഫെദർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവമുണ്ട്. ഈ നോർമൽ മാറ്റിയിട്ട് ഞാനിവിടെ ഫിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ വിത്തും ഹൈറ്റും തെളിഞ്ഞു വന്നു. ഇവിടെ 2 എന്നുള്ളത് ഞാനിപ്പോൾ ഒരു 3ഉം ഇവിടെ 4 എന്നുള്ളത് ഞാനൊരു 6ഉം കൊടുക്കുകയാണ്. ഒരു 6ഉം കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. ഇനി ഇവിടെ ഞാൻ റോ വരച്ചാൽ ആ റേഷ്യോയിൽ അല്ലാതെ നമുക്ക് വേറെ ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാൻ നോക്കിയാൽ കിട്ടില്ല, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാൻ നോക്കിയാൽ കിട്ടില്ല. എന്നാൽ ആ റേഷ്യോ അനുസരിച്ച് ഉണ്ടോ ഇതിങ്ങനെ പോവാം. അതിനും ഒരു പരിമിതി ഉണ്ട്, അതല്ലാതെ നമുക്കൊരു കളി നടക്കില്ല. ഓക്കെ, ഇനി അത് വിട്ടിട്ട് ഞാനിപ്പോൾ വേറൊരു സാധനം കളിച്ചാൽ ഫിക്സഡ് സൈസ്, അതായത് നമ്മുടെ പിക്സലാണ്. ഇതിപ്പോൾ 300ഉം 150ഉം പിക്സലല്ലേ, ഞാനിവിടെ ഒരു 100ഉം 50ഉം പിക്സൽ കൊടുക്കാം. ഒരു 100, പിന്നെ ഇവിടെ വന്നിട്ട് ഒരു 50ഉം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു എൻ്റർ അടിച്ചു. ഇനി ഞാൻ ഇവിടെ നോക്കുമ്പോൾ വന്നു കണ്ടോ, ഇതുണ്ടോ, ഇത്ര ഉള്ളൂ. ഇതാണ് പിക്സൽ നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നോർമലിൽ പോയിട്ട് ഇതും പഠിച്ചു, നമുക്ക് ഫിക്സഡ് റേഷ്യോ പഠിച്ചു, ഫിക്സൽ സൈസ് പഠിച്ചു. വീണ്ടും നമ്മൾ നോർമലാക്കണം. നോർമലിലാക്കിയാലേ കാര്യമുള്ളൂ. എന്നിട്ട് Ctrl+D അടിച്ച് ഡീസെലക്ട് ആയി പോകും. ഇനി ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കാരണം വെച്ചാൽ ഇവിടെ ഞാനൊരു റോ വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ റോ വരച്ചു. ഇങ്ങനെ റോ വരയ്ക്കുമ്പോൾ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടും. ഇത് ഷാർപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കിട്ടേണ്ട കറക്റ്റ് ഷാർപ്പല്ല. എന്നിട്ട് ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ്.
ഡിലീറ്റ് കൊടുത്ത് എപ്പോഴും ഈ ലെയർ ആക്റ്റീവ് ആണെന്ന് നോക്കണം കേട്ടോ. ഡിലീറ്റ് കൊടുത്തപ്പോൾ എന്താ സംഭവിക്കുക, ബാക്ക്ഗ്രൗണ്ടിൻ്റെ വൈറ്റും നമ്മുടെ ഇവിടുത്തെ ഈ ഗ്രേയും എന്താ പറയുക ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, കറക്റ്റ് ഇങ്ങനെ മുറിച്ച് വെച്ച പോലെ ഇരിക്കുക. നമുക്കതല്ല വേണ്ടത്, ഒരു ഫെദറിങ് വേണം. എപ്പോഴും ഫെദറിങ് ആണ് ഒരു ഇതിൻ്റെ ഭംഗി എന്ന് പറയാൻ. ശരിക്കും നമുക്കൊരു ഇമേജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് രണ്ട് കളർ കൂടി ബ്ലെൻഡ് ആവണം അല്ലേ, അല്ലെങ്കിൽ മെൽറ്റ് ആവണം. അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട്, ഈ ഷാർപ്നെസ് ഒഴിവാക്കാനായിട്ടാണ് ഈ ഫെദറിങ് കൊടുക്കുന്നത്. ഫെദറിങ് ഇച്ചിരി അലമ്പുള്ള പരിപാടി ആണെങ്കിലും നമുക്ക് നോക്കാം. Ctrl+Z അടിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു, ഡീസെലക്ട് ചെയ്തു. ഇനി ഞാനിവിടെ ഫെദറിങ് കൊടുക്കാൻ പോവാം. ആദ്യം ഫെദറിങ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു 30 കൊടുക്കുകയാണ്. എവിടെ 30? ഞാനിവിടെ ഒരു 30 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഞാൻ ഇത് വരച്ച് കഴിഞ്ഞാൽ, സ്ക്വയറിൽ വരച്ചാൽ ഒരിക്കലും എനിക്കത് സ്ക്വയറിലല്ല കിട്ടുക. വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, പക്ഷേ എൻ്റെ ഫിംഗർ ടച്ച് പാഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേറൊരു രൂപത്തിലേക്ക് പോകും. കണ്ടോ, എന്താ കാരണം വെച്ചാൽ നേരത്തെ വരച്ചപ്പോൾ നമുക്ക് ഷാർപ്പായിട്ട് ഇങ്ങനെ കിട്ടിയിരുന്നു. ഇപ്പോൾ വരച്ചപ്പോൾ കിട്ടിയത് എന്തുവാ, ഇതിങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ് കിട്ടിയ. എന്നാൽ നമ്മുടെ ഇത് എലിപ്റ്റിക്കൽ അല്ല, നമ്മുടെ നോർമൽ സംഭവം തന്നെയാണ്, റെക്റ്റാങ്കിൾ തന്നെയാണ് ഇത്. പക്ഷേ എന്താ വെച്ചാൽ ഈ മെൽറ്റ് ആകുമ്പോൾ ആ ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നോക്കി ആ മെൽറ്റിങ് നോക്കി, ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ കണ്ടോ ഇങ്ങനെ ഈ ഗ്രേയും വൈറ്റും കൂടി അങ്ങോട്ട് മെൽറ്റായി ഒരു പ്രത്യേക ഭംഗിയല്ലോ ഇത് കാണാനായിട്ട്. ഇതാണ് നമുക്ക് ഈ ഫെദറിങ് എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നത്. നമുക്കതുപോലെ തന്നെ ഈ നമ്മുടെ മാർക്ക് ടൂൾസിൽ നമ്മളിപ്പോൾ ഈ എലിപ്റ്റിക്കൽ ടൂൾ തന്നെ എടുത്തിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് കിട്ടും. ഓക്കെ, കണ്ടോ, കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ Ctrl+Z അടിച്ചിട്ട് കറക്റ്റ് റൗണ്ട് കിട്ടും. അതുപോലെ ഞാൻ ഡീസെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ വന്നിട്ട് 0 ഓക്കെ. ഇനി നമ്മളിവിടെ വന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഷിഫ്റ്റ് പിടിച്ച് വരച്ചാലും കണ്ടോ കറക്റ്റ് സ്ക്വയറാണ് കിട്ടുക. കണ്ടോ, കറക്റ്റ് സ്ക്വയർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ പിക്സൽ ഒരു 30 കൊടുത്തിട്ട് 30 കൊടുക്കുകയാണ് പിക്സൽ. എന്നിട്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ഒരെണ്ണം വരയ്ക്കുക. സോറി, എലിപ്റ്റിക്കലാണ് വന്നേക്കണത്. ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഡിലീറ്റിൽ കണ്ടിന്യൂ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാലേ അതിങ്ങനെ കൂടി വരും. അതുപോലെ തന്നെ Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ നേരെ കുറഞ്ഞു വരും. ശേഷം അത് ഇല്ലാതെയായി മാറും. ഓക്കെ, അപ്പം നമ്മുടെ ഫെദറിങ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ റേഷ്യോ കണ്ടു, അതുപോലെ പിക്സൽ സൈസ് കണ്ടു, അതുപോലെ നമ്മളിപ്പോൾ ബാക്കി ഒരു ഇമേജിനെ കോപ്പി ചെയ്യുന്നത് കണ്ടു, അതിൻ്റെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് കണ്ടു, ആഡ് ചെയ്യുന്നത് കണ്ടു. ഇത് തന്നെയാണ് നമ്മൾക്ക് എലിപ്റ്റിക്കൽ ടൂളിൽ കിടക്കുന്നത്. അപ്പോൾ ഞാനിവനെ ഇപ്പോൾ ഒന്ന് അണ്ടു അടിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് എലിപ്റ്റിക്കൽ ടൂളിലും കിടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. എലിപ്റ്റിക്കൽ ടൂൾ ഞാൻ റൗണ്ട് വരച്ചു. ഓക്കെ, എനിക്കപ്പോൾ ഈ ഇത്ര ഏരിയ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ പോയിട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തു. മറ്റേതിനകത്ത് നമ്മൾ എന്താണ് ചെയ്തത് അതുപോലെ ഞാനപ്പോൾ ഈ ഡോറിൻ്റെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പം ഇത്ര ഭാഗം പോന്നു. ഇനി വീണ്ടും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാണ് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും പോന്നു കുറച്ചുകൂടെ. ഇനി ഇവിടെ എനിക്കിന്ന് കൂട്ടണം, അത് കാരണം വെച്ചാൽ ഡോറിൻ്റെ മുകളിലാണ്. അപ്പം ഞാനിതിനെ വീണ്ടും ആഡ് ചെയ്യാണ്. പോരാ, യെസ് പോന്നു. ഇനി ഞാൻ അവനെ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് തന്നെ പിടിച്ച് ഈ എൻ്റെ കൂടെ കൊണ്ടുവന്ന്
എന്താ ചെയ്ത ആടായി പോയില്ലേ, സബ്സ്ട്രാക്ഷൻ ക്ലിക്കായില്ല. വീണ്ടും നമ്മൾ ഒന്നുകൂടി പിടിച്ച് ഇവനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓക്കെ. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇതെല്ലാം മനസ്സിലായി തോന്നുന്നു. എലിപ്റ്റിക്കൽ ടൂളിൻ്റെ ഏകദേശം ധാരണകൾ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് എലിപ്റ്റിക്കൽ ടൂളിൽ ഇനി 2 ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് അവൻ പോയി വേറെ സ്ഥലത്ത് കിടക്കുക, ഇത് മാത്രമല്ല അവൻ പോയി കിടക്കുന്ന സ്ഥലത്ത് ഇവിടെയാണ്. അപ്പോൾ ഇവനെ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഡീസെലക്ട് ചെയ്യട്ടെ. ഇനി ഈ എലിപ്റ്റിക്കൽ ടൂളിലുള്ള 2 ടൂൾസ് ഇത് ഇവിടെ പോയി കിടക്കുന്നുണ്ട്. അവന്മാർക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് സിംഗിൾ റോ മാർക്കി ടൂളും സിംഗിൾ കോളം മാർക്കി ടൂളും. സിംഗിൾ റോ മാർക്കി ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു വര ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അടുത്ത വര വരയ്ക്കാം. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഇത് 1 പിക്സൽ ലൈൻ എന്ന് പറയും നമ്മളിതിന്. രണ്ടാമത്തെ വരച്ചു, ഇത് കണ്ടോ, ഇത് നമ്മൾ ഇവിടെ സെലക്ഷൻ മാറ്റി കൊടുക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ പോയിട്ട് അവന്മാരെന്താ അവിടെ പോയി കിടക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഇപ്പുറത്തായിരുന്നു അവന്മാർ കിടന്നുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ ഒരു വര വരച്ചു, Ctrl+Z, എന്നിട്ട് ഇവനെ ഇവിടെ ഇടുക, എന്നിട്ട് ഇവനെ നമുക്ക് കളം തിരിക്കാം. ഓക്കെ, കണ്ടോ, ഇതാണ് ഈ ടൂളിൻ്റെയൊക്കെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടൂളും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം നമുക്ക് ഏതാ ലാസോ ടൂളായിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.